ഹായ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാംഗ്ലൂരിലെ തന്നെ ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് പാരാമെഡിക്കൽ കോഴ്സസ് പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു കോളേജിലോട്ടാണ്. MNH ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. എന്തുകൊണ്ടാണ് ഇത്രയധികം മലയാളി സ്റ്റുഡൻസ് ഈ കോളേജ് പ്രിഫർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 5 മിനിറ്റ് ഡിസ്റ്റൻസ് മാത്രമാണ് ഈ കോളേജിലോട്ട് വരുന്നത്. അതുമാത്രമല്ല, മംഗലാപുരത്ത് തന്നെ ഏകദേശം 50 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. ആ ഹോസ്പിറ്റലിൻ്റെ പേരാണ് മാംഗ്ലൂർ നഴ്സിംഗ് ഹോം. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും. കണ്ണൂർ, കാസർഗോഡ് എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് പേഷ്യൻസ് ഡെയിലി വിസിറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണിത്. ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അഫോർഡബിൾ ഫീസ് എന്ന് പറയുന്നത്. ഈ കോളേജിൽ വരുന്ന കോഴ്സസ് MIT, MLT, AOT, ഡയാലിസിസ് ടെക്നോളജി, എമർജൻസി മെഡിസിൻ, ഫിസിയോതെറാപ്പി എന്നിങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ്. ഇവർ ഏറ്റവും അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിലാണ് ഈ കോഴ്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അഫോർഡബിൾ ഫീസിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് MNH കോളേജിൻ്റെ ക്ലാസ് റൂംസ്, ഹോസ്റ്റൽ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ സ്റ്റുഡൻറ് റിവ്യൂസ് കൂടി നോക്കാം. ലെറ്റ്സ് ഗോ. നമുക്ക് MNHൻ്റെ കുറച്ച് സ്റ്റുഡൻസിനോട് സംസാരിച്ച് അവരുടെ റിവ്യൂസ് ഒക്കെ നോക്കിയാലോ? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എന്താ പേര്? എൻ്റെ പേര് അശ്വിനി. ഞാൻ വരുന്നത് കാസർഗോഡ് നിന്നാണ്. എൻ്റെ പേര് ആദർശ്. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ്. എൻ്റെ പേര് ഗംഗ. ഞാൻ ട്രിവാൻഡ്രത്താണ് വരുന്നത്. എൻ്റെ പേര് കീർത്തന. ഞാൻ കാലിക്കറ്റ് നിന്നാണ്. ഓക്കെ, എല്ലാവരും ഒരേ കോഴ്സാണോ ഇവിടെ പഠിക്കുന്നത്? അല്ല, ഞാൻ ATOT പഠിക്കുന്നു. ഞാനും ATOT പഠിക്കുന്നു. ഞാൻ MLT. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്യാമ്പസ് ലൈഫ്, കോളേജ് അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടു നല്ല ഗ്രീനറി കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കോളേജൊക്കെ? കോളേജ് അത്യാവശ്യം അടിപൊളിയാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നതും. നല്ല വൃത്തിക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുമോ? നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മാം നല്ല വൃത്തിക്ക് നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റലിൽ ഇപ്പോൾ മലയാളി ഫുഡ് തന്നെയാണ് വരുന്നത് ഹോസ്റ്റലിൽ. പിന്നെ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല ഹോസ്റ്റലായിരുന്നാൽ പോലും. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലിനിക്കൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? പേഷ്യൻസ് ഒക്കെ ഉണ്ട്. നല്ല ക്ലിനിക്കും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല ഒരുപാട് ഡെലിവറി വുമൻസ് ഒക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ഫെസിലിറ്റീസാണ്. മോളെ MIT ആണെന്ന് പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട് MITയുടെ ലാബ്സ്, ക്ലാസ്സസ്, ടീച്ചേഴ്സ് ഒക്കെ? ലാബ് കുറച്ച് നല്ലതാണ്. പിന്നെ സ്റ്റുഡൻസും ഉണ്ട്. പിന്നെ സാറാണെങ്കിൽ തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. പിന്നെ ഇവിടുത്തെ അല്ലാത്ത ആൾക്കാർ അവിടെയുള്ള സ്റ്റാഫൊക്കെ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യും. ഓക്കെ, പിന്നെ കൂടുതലും പിന്നെ പാരൻസിന് കണ്ടുവരുന്ന ഒരു കൺസേൺ ആണ് റാഗിങ് ഉണ്ടോ എന്നുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ ആൻറ്റി റാഗിങ് സെല്ല് കാര്യങ്ങളൊക്കെ? ഇവിടെ വന്ന സമയത്ത് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, റാഗിങ് ഉണ്ടോ അങ്ങനത്തെ, വെളിയിലാണ് പഠിക്കാമെന്ന് നമ്മളൊക്കെ അച്ഛനായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ നമ്മളെ സീനിയേഴ്സ് എല്ലാം ഭയങ്കര കമ്പനിയാണ്. എല്ലാവരും നല്ല കമ്പനിയാണ്. ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ എല്ലാവരും നല്ല ഫ്രണ്ട്സിനെ പോലെയാണ്. അപ്പോൾ ആ ഒരു പേടിയില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരും, കാര്യങ്ങളെല്ലാം ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയില്ല. ഇപ്പോൾ പുറത്തുനിന്ന് പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻസൊക്കെ ആകുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൺസേൺസ് ഉണ്ടാവുക ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹോസ്റ്റൽ ഫുഡ് കാര്യങ്ങളൊക്കെ? ഹോസ്റ്റൽ നല്ലതാണ്. ഫുഡൊക്കെ മലയാളി ഫുഡാണ്. നമുക്ക് വീട്ടിലത്തെ അതേ ഫുഡ് തന്നെയാണ്. സോ നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്?